ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തിട്ടോ. അപ്പം ഫ്ലൈറ്റിൽ ചിലപ്പോൾ ഫുഡില്ലെങ്കിലും മോൾട്ടിയുടെ ഫ്ലൈറ്റിൽ പറഞ്ഞിട്ട് മനുവിനെ ഇവിടെ ഇറക്കിക്കണം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വേണ്ട കറക്കാണ് ശരിക്കും സത്യം പറഞ്ഞ ഇവിടെ, കാരണം ഇവിടെ വണ്ടി നിർത്താൻ പറ്റൂലല്ലോ. അങ്ങനെ മനു ഫുഡൊക്കെ വാങ്ങി വന്നു, മോൾട്ടിക്ക് ഫ്ലൈറ്റിൽ കഴിക്കാനുള്ള ഫുഡൊക്കെ വാങ്ങി വന്നു. എന്താ പറയുക, സാൻഡ്വിച്ച് മതി എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. മോൾട്ടിയുടെ ഗേറ്റ് 3 ആണ്. അവിടെ എത്തി. മനു, ഞാൻ ഇതിന് ഉന്തുവണ്ടിയെന്ന് അറിയാം. ഈ ഉന്തുവണ്ടിയിൽ മനു മോൾട്ടിയുടെ കംപ്ലീറ്റ് ലഗേജ് ഇറക്കി. ആശുപത്രി വണ്ടി നിർത്താൻ വയ്ക്കുക കേട്ടോ. അങ്ങനെ മോൾട്ടി ഭയങ്കര ടെൻഷനിലാടോ, ഒന്നും കഴിച്ചിട്ടുമില്ല പാവം. അങ്ങനെ ഫോട്ടോ എടുക്കണം. അവളുടെ ഒറ്റക്കൊന്നെടുത്തു, ഇവരെ എന്താ പറയുക ഗ്രൂപ്പായിട്ടൊന്നെടുത്തു, പിന്നെ ഞങ്ങൾ മൊത്തത്തിലൊന്നെടുത്തു. അങ്ങനെ ഫോട്ടോത്തിൻ്റെ ഒരു ലഹള എന്ന് പറയാം. ഭയങ്കര തിരക്കുണ്ടോ. ഇൻ്റർനാഷണൽ എയർപോർട്ടായിട്ടാന്ന് തോന്നുന്നു. വികാരഭരിതമായ നിമിഷങ്ങളാണ് ഇവിടെ നടക്കുന്നത്. മോൾട്ടി ലിപ്സ്റ്റിക്ക് ആയോ എന്ന് ചോദിക്കണമുണ്ട്. അങ്ങനെ കൈ കൊടുത്ത് സലാം പറഞ്ഞ് അവൾ പോവുകയാണ്. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട്. എല്ലാവരും ദുആയിലും എന്തായാലും അവളെ ഉൾപ്പെടുത്തണം. ഉമ്മാനെ ഒന്നുകൂടി നോക്കുകയാണ്. വികാരഭരിതമായ നിമിഷങ്ങൾക്ക് വീണ്ടും ഞങ്ങൾ സാക്ഷികളായി. ഷിനുവിന് വരുമ്പോൾ തന്നെ ഹഗ് ചെയ്തുകൊണ്ട് കൈ മാത്രം കൊടുത്തത് പറഞ്ഞു. അങ്ങനെ അവൾ ടാറ്റ ബൈ ബൈ പറയാനും കൂടി പിന്നെ എന്താ പറയുക നേരമല്ല ടെൻഷനും. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി അവൾ. അപ്പോൾ ഞങ്ങളൊന്ന് ടോയ്ലറ്റിൽ പോവുകയാണ് കേട്ടോ. നല്ല വൃത്തിയും മേനുണ്ട്. എയർപോർട്ട് ആയതുകൊണ്ട് പറയില്ല, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയി വന്നപ്പം ഞങ്ങൾ എന്താ കാണണമെന്ന് അറിയാം, വികാരഭരിതമായ വീണ്ടും നിമിഷങ്ങൾ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയണമായിരുന്നു. ഫൗസിൻ്റെ ഇങ്ങനെ അപ്പുറത്തേക്ക് നോക്കി നിൽക്കുള്ളൂ. ഇനിയൊന്നും അവളെ കാണില്ല, ഫൗസിലേവൾ പോയിട്ടുണ്ടാവുന്നുണ്ട്. ഞങ്ങൾ പോകുന്നു. പുറത്തുള്ള ഈ കാഴ്ചയാണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. അങ്ങനെ ഇനി ഞങ്ങൾ ഇങ്ങനെ പോകണമെന്ന് വെച്ചാൽ ലുലു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ലുലുവിലാണ്. അപ്പോൾ ഓക്കെ.